സ്ത്രീ സുരക്ഷയും അവരുടെ അഭിവൃദ്ധിയും മോദി സർക്കാരിന്റെ പ്രഥമ പരിഗണനകളിലൊന്നാണ്. ലഖ്പതി ദീദി പദ്ധതിയിലൂടെ 1 കോടിയിലേറെ സ്ത്രീകൾ ലക്ഷാധിപകളായി കഴിഞ്ഞു. ഇത് 3 കോടിയാക്കുമെന്നാണ് മോദിയുടെ ഗ്യാരണ്ടി. വനിതാ സ്വയം സഹായ സംഘങ്ങളെ വിവിധ സേവന മേഖലകളുമായി ബന്ധിപ്പിച്ചും അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ചെയ്യും. തൊഴിൽ കായിക മേഖലകളിൽ സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുമെന്നും വാക്കു നൽകുന്നു. നാരീശക്തി വന്ദൻ അധിനിയമത്തിലൂടെ പാർലമെന്റിലും നിയമസഭകളിലും സ്ത്രീകളുടെ ഉയർന്ന പങ്കാളിത്തം ഉറപ്പാക്കും. രാഷ്ട്ര നിർമ്മാണത്തിന് യുവാക്കളുടെ പങ്കാളിത്തം ശക്തിപ്പെടുത്തും. അവർക്ക് തൊഴിൽ ലഭ്യത വർദ്ധിപ്പിക്കും. സമാനമായി മുതിർന്ന പൗരന്മാർക്കും ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള പദ്ധതികളും തയ്യാറാണ്. സർക്കാർ സേവനങ്ങൾ അവർക്ക് വീട്ടുപടിക്കൽ ലഭ്യമാകും. കർഷകർക്ക് സുസ്ഥിരമായ സാമ്പത്തിക പിന്തുണ നൽകും. കാർഷിക വിളകൾക്ക് താങ്ങുവില ഉയർത്തും. മില്ലറ്റിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഭാരതത്തെ ലോകത്തിന്റെ ന്യൂട്രി ഹബ്ബാക്കും. കൃഷി കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് ആവശ്യമായ വിതരങ്ങൾ ലഭ്യമാക്കുന്നതിന് ഒരു തദ്ദേശീയ ഉപഗ്രഹം വിക്ഷേപിക്കും. നാനോ യൂറിയയുടെ ലഭ്യത വിപുലീകരിക്കുന്നത് ഒരു സുപ്രധാന ചുവടുവയ്പാകും. മത്സ്യബന്ധന മേഖലയ്ക്കും പുത്തൻ ഉണർവേകാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇൻഷുറൻസ്, ഉൽപാദന സംസ്കരണ ക്ലസ്റ്ററുകളുടെ വിപുലീകരണം, സാങ്കേതിക വിദ്യയുടെ ഉപയോഗം തുടങ്ങിയവ ഈ മേഖലയ്ക്ക് കരുത്തേകും. ഇങ്ങനെ എണ്ണമറ്റ പദ്ധതികളുമായി ജനസമ്മതി നേടുകയാണ് BJPയുടെ പ്രകടന പത്രിക. 3ാം മോദി സർക്കാരിനായി ഭാരതം ഒന്നടങ്കം കാത്തിരിക്കുകയാണ്.